ഞാൻ ഈ വാടി പേരപ്പനയും കൊണ്ട് അഡ്മിറ്റാണ്. അന്നപ്പോൾ ഞാൻ അവിടുന്ന് സൗണ്ട് കേട്ടിട്ട് ഓടി ഇറങ്ങി വന്നാൽ വീണ് കിടക്കുമ്പോൾ ഡയറക്റ്റ് ഓടിപ്പോന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തുളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ അതാ ചോര, അല്ലാതൊന്നുമില്ല. പറ്റിയ രക്തക്കരയാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്ന് വരില്ല, പക്ഷേ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ബാത്റൂം ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. അതപ്പോൾ ഇവിടെ വന്നിട്ട് പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. അതിൽ കാര്യമൊന്നുമില്ല. വലിയ ശബ്ദമായിരുന്നു. ഇത്രയും ബിൽഡിംഗ് കഴിയുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ. അത്ര ശബ്ദം ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ രക്ഷപ്പെടുത്തിയ കുട്ടി അവർക്ക് കുഴപ്പമൊന്നുമില്ല. മരണം സംഭവിക്കത്തക്ക അങ്ങനൊന്നുമില്ല. രക്ഷപ്പെടുത്തിയ കുട്ടിക്ക് കാര്യമായി പരിക്കെന്തെങ്കിലും അങ്ങനെ പരിക്കൊന്നുമില്ല. അവർക്ക് ഇത് വീണല്ല. അവളെ ഇത് സ്ട്രെച്ചറെ അങ്ങനെ ഏതാണ്ട് ബാത്റൂമിൽ വന്നിട്ട് വീണതാ. അല്ലാതെ അതിന് സാരമായിട്ട് പരിക്കില്ല. ദേഹത്ത് ഇച്ചിരി മുറിവുണ്ട്. നിസ്സാര പരിക്കുകളും. കാരണം 2 പില്ലറിനിടയിൽ ഇമിങ്ങിയൊന്നും അല്ലായിരുന്നു. ആ വീണേന്റെ ദേഹത്തൊക്കെ അങ്ങനെ ഒരു പരിക്ക്. ഒരാളെ ഞാൻ റെസ്ക്യൂ ചെയ്തോളൂ. ഒരാളെ അപ്പുറത്തെ സൈഡിലായിരുന്നു. അവർ തെറിച്ച് വീണത് ബാത്റൂമിൽ നിന്ന് പറഞ്ഞു. ബാത്റൂമാണ് വീണത്. അത് നോർമലായിട്ടുണ്ട്. ഇത്ര പഴക്കോടും. പിന്നെ മാത്രമല്ല ബാത്റൂം എന്ന് പറയാൻ അറിയാം, വെള്ളം എപ്പോഴും കണ്ടിന്യൂ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന. അന്നിപ്പം നനവ് വരും. ഇപ്പം മഴക്കാലമാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഇതാ ബാത്റൂം, ഈ കാണുന്ന ബാത്റൂം. അല്ലാതെ ഒരു പിടിയില്ല ചേട്ടാ. ഞാനിവിടെ വാടി പേരപ്പൻ്റെ വളരെ വ്യക്തമാണ്. ശൗചാലയത്തിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിവരം. ഇതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ റെസ്ക്യൂ ചെയ്യുന്നതിനിടയിൽ പുള്ളിയുടെ ശരീരത്തിന് രക്തക്കറ പറ്റിയിട്ടുണ്ട്. ആ കുട്ടിക്ക് കാര്യമായ പരിക്കുകളില്ല. എന്തായാലും വലിയൊരു ആശ്വാസകരമായ കാര്യമെന്ന് പറയപ്പെടുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം, കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നിരവധി രോഗികൾ, കൂട്ടിരിപ്പുകാർ, ഒപ്പം തന്നെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്ന 4 ജില്ലകളോളം വരുന്ന ആളുകൾ പ്രധാനമായി എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിത്യേന ഇവിടെ വന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ഇത്തരത്തിൽ കാലപ്പഴക്കം മൂലം തകർന്നു വീണത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു ശൗചാലയമായിരുന്നു. ആ ശൗചാലയത്തിൻ്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അതിൽ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയ ആളിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.